രാവിലെ എണീറ്റിട്ടുള്ള ഒരു വീഡിയോയും എടുക്കാൻ പറ്റിയില്ല. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ജോലിക്ക് പോകാനുള്ളവരെല്ലാം പണിക്ക് വിടാനുള്ള തിരക്കിലായിരുന്നു. അതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ അരി ഇട്ടത് തിളച്ചില്ല, അതവിടെ കിടക്കുന്നു. മെഷീനിൽ തുണിയിട്ടിട്ട് നേരെ മേളിൽ പോയി കോഴിയെ ഇറക്കി. മേളിലാണ് കോഴി ഇടുന്നത്. അപ്പോൾ അവനെ ഇറക്കി. ഇവൻ്റെ പേരാണ് കാദർ. അങ്ങനെ അവനെ ഇറക്കി താഴെ വന്ന് ഉമ്മി മീൻ വെട്ടാനിരിക്കുമായിരുന്നു. ഉമ്മി മീൻ വെട്ടാനിരിക്കുമ്പോൾ എപ്പോഴും വരുന്ന ഒരാളാണിത്. പക്ഷേ ആൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ മാത്രം സ്നേഹമുള്ളൂ, അല്ലാത്തപ്പോൾ ഫുൾ ആറ്റിറ്റ്യൂഡാണ്. ഉമ്മയോട് ഭയങ്കര ഇണക്കമാണ് കേട്ടോ. വെറും പുച്ച ഇവക്ക് എന്നോട് വെറും പുച്ച. നീ കഴിച്ചിട്ട് വരാവടിന്ന് അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന സമയം നോക്കി ഞാൻ മേളിൽ പോയി തുണി എടുത്തുകൊണ്ട് വന്നു. കഴുകിയിട്ട തുണി എല്ലാം കൂടെ എടുത്തുകൊണ്ട് വന്ന് മടക്കിയത് കുറച്ച് ഉമ്മയ്ക്കും കൊടുത്തു. ഉമ്മ അത് വെക്കാൻ വേണ്ടി പോയതേ എൻ്റെ ബ്രദർ കിടക്കുന്ന റൂമാട്ടോ. അത് മര്യാദയ്ക്ക് വൃത്തിയാക്കി ഇടത്തില്ല. അവൻ രാവിലെ എണീറ്റ് ജോലിക്ക് പോകും, അത് വൃത്തിയാക്കി ഇടത്തില്ല. അതും പറഞ്ഞ് ഉമ്മി വഴക്കായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ പോയി കുളിച്ചിറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് നല്ല വിശപ്പ് തോന്നി. രാവിലത്തെ ഫുഡ് ഞാൻ കഴിച്ചില്ല കേട്ടോ. ഞാൻ ഒരു മുട്ട മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. അങ്ങനെ നോക്കിയപ്പോൾ ഇതേണ്ട പുട്ടിരിക്കുന്നു. പുട്ടും തലേന്നത്തെ മീൻകറിയും പുട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതും കഴിഞ്ഞ് അടുക്കളയിൽ എന്തെങ്കിലും ജോലി ഉണ്ടെന്നും പറഞ്ഞ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോഴത്തേക്ക് ഉമ്മി ഇതേ അടുപ്പിൽ തീ കത്തിച്ചു. എന്നാൽ പിന്നെ ഞാനും കൂടെ കൂടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഉമ്മ പറഞ്ഞു ഇനിയിപ്പോൾ വേണ്ട, കാരണം ഒരുപാട് സമയമായി, അതുകൊണ്ട് ഇനിയിപ്പോൾ ഉമ്മി എന്തെങ്കിലും ചെയ്തോളാം, ഇനിയിപ്പോൾ ഞാനൊന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞ് എൻ്റെ ഭാഗ്യവേ. അങ്ങനെ ദേ ഉമ്മിതേ ഇവിടെ കറി വെക്കാൻ തുടങ്ങി. ശരിക്കും എന്തൊക്കെയാണ് മസാല ഇടുന്നത്? മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂട്ടിട്ടൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് വറുത്ത് കറിവേപ്പില ഇട്ട് വറുത്ത് അത് ഇന്നത്തെ ലാസ്റ്റ് വന്ന മുളക് കറിക്കകത്തിട്ടാണ് ഇതെല്ലാം കൂടെ ചെയ്യുന്നത്. ഇന്നലെ പിന്നെ അയില കറി വെച്ചതിൻ്റെ കറി ഇരിപ്പുണ്ടാക്കി അത് ഞാൻ അടുപ്പ് വെച്ചങ്ങ് പറ്റിച്ച് വെച്ചു. സംഭവം ഇന്നലത്തെ കറിയുടെ ബാക്കിയാണെങ്കിൽ മസാല ചേർക്കുവാണെങ്കിലും ആ കറിയുടെ ഒരു ഫാനാണ് ഞാൻ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ. എനിക്ക് അങ്ങനെ വലുതായിട്ട് കറിയൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല. ഉണ്ടാക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ടേസ്റ്റോടൊക്കെ ഉണ്ടാക്കും കേട്ടോ. അതെ, എനിക്കങ്ങനെ വലിയ കുക്കിംഗ് ഒന്നും അറിയത്തില്ല. അഥവാ എന്തെങ്കിലും ഉണ്ടാക്കിയാലും അത് അത്യാവശ്യം നന്നായിട്ടൊക്കെ വരാറുണ്ട്. ഞാനിപ്പോൾ കുക്കിംഗ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം കാണുന്ന വീഡിയോ ഷാൻജിയോടെ ആയിരിക്കും. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ വരാറുണ്ട്. പണ്ടൊക്കെ ഉമ്മ എന്നെ വിളിക്കുമായിരുന്നു കുക്ക് ചെയ്യാൻ, അപ്പോൾ ഞാൻ ചെല്ലത്തില്ലായിരുന്നു. അതിൻ്റെയാണേ. അങ്ങനെ 2 മീൻ എനിക്ക് തന്നിട്ടുണ്ട് വറക്കാൻ. അതും ഞാൻ ചോദിച്ചിട്ടാണ് തന്നത്, അല്ലെങ്കിൽ എനിക്ക് തരത്തില്ല. അങ്ങനെ ഈ മുളക് പൊടി ഉണ്ടല്ലോ, ഇത് ഉമ്മി ഉണക്കി വറുത്തെടുക്കുന്നത്, അതുകൊണ്ട് അതിന് നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഐസുമോൻ ആശമ്പള്ളിയിൽ പോയേക്കുമായിരുന്നു കേട്ടോ. വിളിക്കാൻ പോകാൻ എനിക്ക് പറ്റിയില്ല. അപ്പുറത്തെ ഒരു വാപ്പപ്പ ഉണ്ട്, പുള്ളിയാണ് വിളിക്കാൻ പോകുന്നത്. അടുത്ത കൊച്ചുമോനും ഉണ്ട്. അപ്പോൾ അതും ഇത് ഒരുമിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിളിക്കാൻ പോയിട്ട് അവനെയും വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ കറി കഴിച്ച സമയം നോക്കി വാപ്പി വന്നു. ഇതാണ് എൻ്റെ വാപ്പിക്ക് ഉച്ചവരെ ഉള്ളായിരുന്നു. അങ്ങനെ വാപ്പി വന്നപ്പോൾ ഞങ്ങൾ വിളിച്ച് എന്നാൽ പിന്നെ എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാം. എന്തോ പഠിക്കാൻ പോയതാ? അങ്ങനെ അവനെയും കുളിപ്പിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു എല്ലാ വീട്ടമ്മമാരും ഉണ്ടാക്കുന്ന പൊടിക്കൈ ആയിരിക്കും ഇതൊന്ന്. എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ രീതിയാണ് ഇത്. അങ്ങനെ ഇക്ക വന്നപ്പോൾ അവന് കിൻഡർ ജോയും മേടിച്ചുകൊണ്ട് കൊടുത്തു. അങ്ങനെ ഇപ്പോഴും ഇതൊന്നും മേടിക്കാറൊന്നുമില്ല, വല്ലപ്പോഴും ഒക്കെ മേടിക്കാറുള്ളൂ. അങ്ങനെ അവൻ മേടിച്ചത് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. സ്നേഹിച്ചവർക്കും കൂടെ നിന്നവർക്കും എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബായ്.